ഇവിടെ വാടാ. എന്നാ ഇന്നത്തെ നിന്റെ വാടക, നാളെ വരണേ. സാവിത്രിന്ന് നേരത്തെ ഇറങ്ങിയോ? അതെ, എനിക്കൊരിടം വരെ പോകാനുണ്ട്. നിന്റെ ഈ പോക്ക് തീ കൊണ്ടുള്ള കളിയാണ് മോളെ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, സൂക്ഷിക്കണം. സൂക്ഷിക്കാം. എന്നെയാണോ വിളിച്ചത്? അതെ. എന്തിനാ? ഒരു സുന്ദരനായ പുരുഷനെ ഒരു പെണ്ണെന്തിനാ വിളിക്കുക? ഞാൻ സുന്ദരനാണോ? ഞാൻ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും സുന്ദരനായ പുരുഷൻ നിങ്ങളാണ്. നോക്കൂ നോക്കൂ, നമുക്ക് പോകാം. എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങളിവിടെ വരാം. എന്നാ നമുക്ക് ആ പാർക്കിലോട്ട് പോയിരുന്ന അല്പം പ്രേമിക്കാം. പാർക്കിലോ? ഞാനില്ല. നമുക്ക് എന്നെ ഹോട്ടലിൽ പോവാൻ ചേട്ടാ. ഞാൻ ചേട്ടനോ? എന്താ കൈവിടറോ? കാശെടുക്ക്. ഏത് കാശ്? എവിടത്തെ കാശ്? എന്തോന്ന് കാശ്? ഓഹോ, കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ലല്ലോ. കുറെ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. വിളിച്ചു കൂവി ഞാൻ ബഹളം ഉണ്ടാക്കും. തന്റെ മാനം പോകും. കാശെടുക്കില്ല. അതിന് നമ്മള് ഒന്നും കഴിഞ്ഞില്ലല്ലോ. അതിനും പെട്ടെന്ന് കാശ് കാശെടുക്കാനാ പറഞ്ഞത്. കാശില്ല. എന്റെ കാശില്ലല്ലേ? നോണ ഇക്കളിയാവുന്നു. അതെന്റെ ഇക്കളി ഞാൻ മാറ്റി തരാം. 5 പൈസയും കൊണ്ട് വിളിക്കാൻ നടക്കുന്നു. ദാരിദ്ര്യവാസി. ഞാൻ ദാരിദ്ര്യവാസിയോ? അല്ല, ഇതെന്റെ കുടുംബ സ്വത്താണ്. എന്ത് സ്വത്താണെങ്കിലും സാരമില്ല. അയ്യോ, ഈ മനുഷ്യനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. ചെറിയൻ സാറിന് വണ്ടി നാളെ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? കൊടുക്കാം. ഇന്നിപ്പോ ഇത് മതി. ടൂൾസ് ഒക്കെ എടുത്തേ.
എങ്ങനെയാ? എന്താണെന്നും അറിയാത്ത പോലെ നോക്കുന്നത്. പോകാം സാറേ. എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അങ്ങനെയാണല്ലോ കോവിട്ടാന്ന് വരവ്. ഇന്ന് രാത്രി ഓടാനുള്ളത് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നീ ഒരു 3 ഇവൻ ഒഴിക്കേ. ഈ തണ്ണിയുടെയും വർഷാപ്പിലെ ജോലിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? പിന്നെ ഒരു പെണ്ണും ഒക്കെ കെട്ടിയാൽ സുഖമായിട്ട് ജീവിക്കണമെന്നാണ് താൻ പറയുന്നത്. എടോ, അവനോന്റെ കാര്യം എങ്ങനെങ്കിലും നടന്നാ പോരായോ? ഹലോ ഗോപി, നമ്മുടെ കാർ എന്തായി? കണ്ടീഷൻ ആയിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും എടുത്തോണ്ട് പോവാ. ഓഹോ, ഞാൻ ആളെ അയക്കാം. അപ്പൊ ശരി, ഞാൻ നീങ്ങട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. ബൈ. രഘു ഓടിക്കാൻ പോവാം. വണ്ടി ഓടിച്ച് വീട്ടിലെത്താൻ പറ്റിയ കണ്ടീഷനാണോ? കുഴപ്പമൊന്നുമില്ല അമ്മാവ. രഘു, ആ ഹെഡിന് എന്തോ ക്രാക്കോ മാറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. വല്ലാതെ ചൂടാവുന്നുണ്ട്. ഞാൻ നോക്കാൻ പോവാണ് മോണി. ഇനി വഴിയിൽ എവിടെയും നങ്ങാതെ നേരെ വീട്ടിലേക്ക് തന്നെ ഓടിച്ചു പോകണം. വീണമോട് നിന്റെ കാലത്തെ ഓടിച്ചിരിക്കുകയാണ് കേട്ടോ. ഹലോ, നീനയല്ലേ? ആ ദീനയാണ്. സുന്ദി ചേച്ചിയാണോ? എന്താ ചേച്ചി? ചേട്ടൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നും നല്ല ടൈറ്റാന്നാ തോന്നുന്നത്. ഞാനിങ്ങനെ പറയാനാ? അച്ഛൻ വേണ്ടത്ര പറയുന്നുണ്ട്. കേട്ടെങ്കിലല്ലേ. ഈ നിലയിൽ വണ്ടി ഓടിച്ചാൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കി വെക്കും. ചേട്ടൻ ഒരു ഡ്രൈവറെ പോലും വെക്കാൻ സമ്മതിക്കുന്നില്ല ചേച്ചി. ആ, ബീന എന്താ ഇനി ഉറങ്ങാത്തത്? ചേട്ടൻ വരുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല. അതെ, ചേച്ചി എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത്? അമ്മാവന്റെ അടുത്ത് എത്ര നേരം വെച്ചാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ, ഞാൻ വരാം. തീർച്ചയായും വരുമോ? തീർച്ചയായും. പ്ലീസ് ചേച്ചി. വരാം ബീന. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരാ മോളെ? അത് സുമതി ചേച്ചി അമ്മാവ. എന്താ വിശേഷിച്ച്? ചേട്ടൻ അവിടെ ചെന്നിരുന്നു എത്രേ. ഇന്നും നല്ലവണ്ണം കുടിച്ചിട്ടാ വരുന്നേ.
വീണിയെ ഞാൻ നന്നായി കളി പഠിപ്പിക്കാം. ഞാൻ പോട്ടെ, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ചേച്ചി എപ്പോഴാ വരാ? സമയം കിട്ടുമ്പോഴൊക്കെ വരാം. അമ്മാവനോടെ അകത്തുണ്ട്. അമ്മാവാ, ഞാൻ പോട്ടെ അമ്മാവാ. ശരി മോളെ, ഇനി എന്നാ വരിക? വീര കുഞ്ഞിന് സുമതി കുഞ്ഞും കൂടെ ഉണ്ടെങ്കിലും സന്തോഷമുണ്ട്. ഞാൻ വരട്ടെ. മാനേജർ വന്നില്ലേ? വന്നില്ല. വരുമ്പോഴെന്നൊന്ന് കാണാൻ പറയൂ. യെസ് സാർ. ചോയിൽക്കുട്ടി ചികിത്സാം വാസു നേരെ പുറത്ത്. ഹരിചന്ദ്രൻ നായർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ആര് വീരകുമാറിനോ? ഇരിക്കും ഇരുന്നോ? അപ്പൊ എന്താ വന്ന കാര്യം? ഞാനേ അന്ന് വെച്ച ആ മോതിരം എടുക്കാൻ വന്ന. ചോദിച്ചോട്ടെ, ഈ മോതിരം പരിശു കൊണ്ടുവന്നുണ്ട്. അയ്യോ, പണമായിട്ടില്ല. ഞാൻ പകരം ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് പണയത്തിൽ എടുത്തിട്ട് മോതിരവും ബാക്കി പണവും കൂടെ എന്റെ കയ്യിൽ തരണം. ആ മോതിരത്തിനേക്കാൾ ഒരുപാട് തൂക്കമുള്ളതായി മാല. എനിക്കറിയാം, കുറെ കാലമായിട്ട് അയ്യോ, തൂക്കി നോക്കണ്ടേ? അതിന്റെ ത്രാസ് എവിടെ? തുലാസോ? എനിക്കോ? ഈ അരിച്ചു തിന്നാർക്കോ? എത്ര കാലമായി കൈ പിടിച്ച് നോക്കാൻ തുടങ്ങിയിട്ട് കൈ പിടിച്ചാ മതി, കൃത്യമായിട്ട് മതി. അറിയോ? മാലയ്ക്ക് എന്തോ കിട്ടും. മോനെ വരട്ടെ. പൊട്ടാ പൊട്ടാ. കഴുത ഇവിടെ വിളിച്ച് വളരെ ശ്രദ്ധിച്ചിരിക്കുക. അയ്യോ, പൊട്ടനെയാണോ ഈ ഈ പണ്ടമൊക്കെ എടുക്കാൻ പറഞ്ഞേക്കുന്നത്? അവന് വല്ല മനസ്സിലാവുമോ? പൊട്ടയോ? ഇവനാ ഇവൻ പണ്ടൊക്കെ നന്നായിട്ട് സംസാരിച്ചിരുന്നു. 958 ഒരു ഇടിവെട്ട് നടന്നിട്ട് ഇല്ലേ? അന്ന് ഇറങ്ങി നാക്കാണ്. അതോടുകൂടി ചെവി കേൾക്കാം. അയ്യോ, എടാ കഴുത, 989 എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് 686 കൊണ്ടുവരും. എടാ, നിനക്ക് തിന്നാൻ തന്നെ ആരും കൂടെ 2 പട്ടിക കൊടുക്കുക. ചൂടി സംസാരിക്കാതെ നോക്ക് നോക്ക് അതെന്താ നോക്ക് നോക്ക്. പണ്ട് പേപ്പട്ടി അടിച്ചിട്ടുണ്ട്. മിടുക്കൻ മിടുക്കൻ മിടുമിടുക്കൻ. അവർ കാണിച്ചത് ശരിയാ, പക്ഷെ ഇത് തല കീഴ ഇങ്ങനെ കാണിച്ചത് മാത്രം.
അപ്പൊ മോതിരത്തിന് എന്തായി? മോതിരത്തിന് പറയാം. മോതിരത്തിന് എന്തായി? 105 രൂപയെ. 105 രൂപ? ഞാൻ 45 രൂപയല്ലേ വാങ്ങിച്ചിട്ടുള്ളൂ. അതെ, പലിശ ഇത്രയ്ക്ക് അധികം? നിങ്ങൾ എന്താണ് പറയുന്നത്? മാസക്കണക്കിൽ വളരെ മിതമായ പലിശയല്ലേ ഞാൻ എടുക്കുന്നുള്ളൂ. 2 മാസമായാൽ 2 ഇരട്ടി, 3 മാസമായാൽ 3 ഇരട്ടി, 4 മാസമായാൽ 4 ഇരട്ടി. ഈ മാലയ്ക്ക് എന്ത് കിട്ടുമെന്ന് പറയണം. കണക്കെല്ലാം ഞാൻ മനസ്സിൽ കൂട്ടിയിരിക്കുന്നു. മാലയുടെ കണക്ക് 100 റുപ്യ ഞാൻ നിങ്ങൾക്ക്, മോതിരത്തിന്റെ വകയിൽ 105 രൂപ നിങ്ങൾ എനിക്ക്, അപ്പോ 5 രൂപ എനിക്ക് തന്ന് മോതിരം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. മാല ഇവിടെ ഇരിക്കട്ടെ, തീർന്നില്ല. അയ്യോ, എന്റെ കാശില്ല. കാശ് വേണ്ട. ഒരു കാര്യം ചെയ്യാ, ആ മോതിരം ആ മാലയും ഇവിടെ വെക്കണം. അയ്യോ, മാല ഞാൻ വെക്കുന്നില്ല, അതിന് തിരിച്ചു തരണം. അതെങ്ങനെ തിരിച്ചു തരും? മോതിരത്തിന്റെ പലിശയായിട്ട് ആ മാല ഇവിടെ ഇരിക്കട്ടെ.